ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ ന്യൂ എപ്പിസോഡ്. സത്യ വിഷ്ണുവിനെ വിളിച്ചിട്ട് പറയുന്നു, ബിഗ് ഫ്രണ്ട്, ഞാൻ വലിയ സന്തോഷത്തിലാണ്. ഞാനും എൻ്റെ അച്ഛനും കൂടി ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുന്നു. ഇത് കേട്ടു വിഷ്ണു അങ്ങ് സങ്കടത്തോടെ നിൽക്കുന്നു. ബിഗ് ഫ്രണ്ട്, ഇപ്പോൾ ഇങ്ങോട്ട് വന്നാൽ എൻ്റെ അച്ഛനെ പരിചയപ്പെടാം. ഇതൊക്കെ കേട്ടുകൊണ്ട് സത്യാമ്മയും ശ്യാമയും പപ്പിയും അവിടെ നിൽക്കുന്നുണ്ട്. സത്യാമ്മ പറയുക, എടാ വരാമെന്ന് പറയടാ. വിഷ്ണു സത്യയോട് ചോദിക്കുന്നു, നിങ്ങൾ ഫുഡ് കഴിച്ചോ ഇല്ലേ? ഇല്ല ബിഗ് ഫ്രണ്ട്, ഓർഡർ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾ ഏത് റെസ്റ്റോറൻറ്റിലാണ് ഉള്ളത്? ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം, ബിഗ് ഫ്രണ്ട് വരണേ. ഞാൻ എന്നാൽ അച്ഛൻ്റെ അടുത്തോട്ട് ചെല്ലട്ടെ. അച്ഛൻ കാണാതെയാണ് ഞാൻ ബിഗ് ഫ്രണ്ടിനെ വിളിച്ചത്. അച്ഛന് നമുക്കൊരു സർപ്രൈസ് കൊടുക്കണം. എന്നാൽ ഓക്കെ മോളെ, ഞാൻ വരാം. അങ്ങനെ വിഷ്ണു സത്യാമ്മയും കൂടി പെട്ടെന്ന് റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. ശ്യാമയും പപ്പി ഇതൊക്കെ കണ്ട് വിഷമിച്ച് നിൽക്കുകയാണ്. ദൈവമേ, ഈ കുഞ്ഞേച്ചി ഇതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. ആരാ സത്യയുടെ അച്ഛനായിട്ട് വന്ന് എല്ലാവരും കളിപ്പിക്കുന്നത്? പാവം എൻ്റെ കുഞ്ഞേച്ചി എന്തെല്ലാമാണ് അനുഭവിക്കുന്നത്. ഏതായാലും കുഞ്ഞേച്ചിയെ വിളിച്ചൊന്ന് പറയാം. ദൈവമേ, ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ, ഇനി എന്ത് ചെയ്യും? എന്നിട്ട് ശ്യാമ എന്തോ ഫോണിൽ ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ മെസ്സേജ് ആയിരിക്കും. സത്യാമ്മയും വിഷ്ണു അങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു സങ്കടവും ദേഷ്യവും കൊണ്ട് ഒരു ജീവശവം പോലെ വണ്ടി ഓടുകയാണ്. സത്യാമ്മ കാറിലിരുന്ന് ശാലിനിയെ എന്തൊക്കെ പറയാവോ അതൊക്കെ പറയുകയാണ്. എന്തെല്ലാം കള്ളത്തരമാണ് അവൾ കാണിച്ചതും അഭിനയിച്ചതും. എൻ്റെ മോൻ്റെ ജീവിതം അവൾ നശിപ്പിച്ചു. അവൾ ഒരു കാലത്തും ഗതി പിടിക്കത്തില്ല, അവളുടെ തലയിൽ ഇടുത്തി വീഴും. അത്രയ്ക്കും മനസ്സ് നൊന്ത് ഞാൻ ശപിക്കുകയാണ്. എൻ്റെ അമ്മേ, ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? എന്തിനാ ഇങ്ങനെ തൊള്ള തുറക്കുന്നത്? നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നത്, കാണുമ്പോൾ ചോദിക്കാലോ. സത്യാമ്മ വിടുന്ന പാടില്ല. അവനെ കണ്ടിട്ട് ഇവിടുത്തുകാരനാണെന്ന് തോന്നുന്നില്ല. അവൾ ഡൽഹിയിൽ IAS പഠിക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് കണ്ടിഷ്ടപ്പെട്ടതായിരിക്കും. അങ്ങനെ അവൾ അവിടെ വെച്ച് അവനെ കല്യാണം കഴിച്ച് കാണും. ആ സത്യയും അവൻ്റെ കൂട്ടായിരിക്കും ഇരിക്കുന്നത്. എന്ത് ചെയ്യാനാ, അവനെ ഒന്ന് ശരിക്കും കാണാനും കഴിഞ്ഞില്ല. എൻ്റെ അമ്മയോടല്ലേ പറഞ്ഞ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കാൻ. വിഷ്ണു ആകെ കലിപ്പിലാണ്. അവിടെ ചെന്ന് സത്യയുടെ അച്ഛനെ കാണുമ്പോൾ ചോദിക്കേണ്ട കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് വരികയാണ് വിഷ്ണു. അങ്ങനെ സത്യമോൾക്ക് ശാലിനി നൂഡിൽസ് വാരിക്കൊടുത്തോണ്ടിരിക്കുകയാണ്. മോൾക്ക് നൂഡിൽസ് ഇഷ്ടപ്പെട്ടോ? ആ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. അച്ഛാ, ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അമ്മയെ കൂടി കൊണ്ടുവരണം. എന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെ നടുക്ക് നിന്ന് എനിക്ക് ഫോട്ടോ എടുക്കണം. എനിക്കങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അച്ഛാ. ദൈവമേ, എൻ്റെ മോൾ അവളുടെ അച്ഛന് എത്രമാത്രം സ്ഥാനമാണ് അവളുടെ മനസ്സിൽ കൊടുത്തിരിക്കുന്നത്. എന്നോട് ക്ഷമിക്കും മോളെ എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞ് ശാലിനി സങ്കടപ്പെടുകയാണ്. സത്യമോൾ ചോദിക്കുകയാണ്, അച്ഛൻ കരയുവാണോ? അല്ല മോളെ, മോളോട് ഇരിക്കുന്നുണ്ട് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞതാ. മോൾ എളുപ്പം കഴിക്കുക, അച്ഛന് വേഗം പോണ്ടയാ. അച്ഛൻ്റെ ഒരു ജോലി, എപ്പോഴും ആ ഒരു വിചാരേ ഉള്ളൂ. ആ ജോലി അങ്ങ് വേണ്ടെന്ന് വെക്കച്ചാ. അയ്യോ, അത് പറ്റില്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. അമ്മയുടെ ജോലി കണ്ടോ, ഒരു ടെൻഷനും ഇല്ല, എപ്പോഴും ഫ്രീ ആണ്. അച്ഛനും അതുപോലത്തെ ഒരു ജോലി മതിയായിരുന്നു. സത്യമോൾ ബിഗ് ഫ്രണ്ട് വരുന്നുണ്ടോ എന്ന് കൂടെ പുറത്തോട്ട് നോക്കുകയാണ്. ശാലിനിയും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. മോളെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാതെ വേഗം കഴിക്കേ. അപ്പോഴേക്കും സത്യാമ്മയും വിഷ്ണു ആ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. അങ്ങനെ അവർ രണ്ടുപേരും ആകാംക്ഷയോടെ ആ സ്പീഡിൽ വരികയാണ്. വിഷ്ണു അകത്ത് വന്ന് നോക്കുമ്പോൾ സത്യ മാത്രം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യയുടെ അച്ഛനെ കാണുന്നില്ല. സത്യമോൾ ചോദിക്കുക, ഞാൻ വിചാരിച്ചു ബിഗ് ഫ്രണ്ട് മാത്രമേ വരത്തുള്ളൂ. എന്നാൽ സത്യാമ്മയും വന്നല്ലോ. സത്യാമ്മേ, എൻ്റെ അച്ഛനെ പരിചയപ്പെടുത്താം കേട്ടോ. സത്യാമ്മ പറയുക, പരിചയപ്പെടുത്തണമല്ലോ, അതുകൊണ്ടല്ലേ ഞങ്ങൾ ഓടി വന്നത്. എന്നിട്ട് അച്ഛൻ എവിടെ പോയി മോളെ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അച്ഛൻ വാഷ്റൂമിൽ പോയിക്കയാ. സത്യാമ്മ മനസ്സിൽ പറയാ, അവനിങ്ങോട്ട് വരട്ടെ, എൻ്റെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറയിപ്പിക്കും. കുറേ നേരമായിട്ട് സത്യയുടെ അച്ഛനെ കാണാഞ്ഞിട്ട് വിഷ്ണു ചോദിക്കുകയാണ്, മോളെ അച്ഛനെ കാണുന്നില്ലല്ലോ. അതാ ഞാനും നോക്കുന്നേ, അച്ഛൻ പോയിട്ട് കുറേ നേരമായി. ഉടനെ സത്യാമ്മ പറയുക, എടാ, നമ്മൾ വരുന്നത് അറിഞ്ഞുകൊണ്ട് അവൾ മനഃപൂർവ്വം അവനെ അവിടെ നിന്ന് മാറ്റിയതാ. നീ അവിടെയൊക്കെ ഒന്ന് നോക്കിക്കേ. വിഷ്ണു അങ്ങനെ വാഷ്റൂമിൽ അവിടെയൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഒരാളെ കാണുന്നില്ല. വിഷ്ണു വന്നിട്ട് സത്യാമ്മയോട് പറഞ്ഞു, അവിടെ അങ്ങും ആരുമില്ല അമ്മേ. അവൾ IAS കാരിയല്ലേടാ, അവളുടെ IAS ബുദ്ധി കാണിച്ചതാ. അവനെ എവിടെയോ അവൾ മറച്ചു വെച്ചതാണ്. ഇങ്ങനെയൊക്കെ അവർ സംസാരിക്കുമ്പോൾ ശാലിനി വേഷമെല്ലാം മാറി സാരിയിൽ നോർമലായിട്ട് അങ്ങോട്ട് വരികയാണ്. സത്യ ഉടനെ ചോദിക്കുകയാണ്, അമ്മയോ? അമ്മ എപ്പോൾ വന്ന്? അമ്മ അച്ഛനെ കണ്ടായിരുന്നോ? ശാലിനി വിഷ്ണുവിനെയും സത്യാമ്മയും നോക്കാൻ കഴിയാതെ അങ്കലാപ്പോടെ നിൽക്കുകയാണ്. സത്യമോൾ ചോദിക്കുക, അമ്മ അച്ഛനെ കണ്ടായിരുന്നോ? വാഷ്റൂമിൽ പോയിരിക്കുക, ഇതുവരെ വന്നില്ല. വന്നിരുന്നെങ്കിൽ ഇവരെ എൻ്റെ അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്തായിരുന്നു.
വിഷ്ണു ശാലിനിയോട് ചോദിക്കുന്നു, ശാലിനി, സത്യയുടെ അച്ഛൻ വന്നിട്ട് എവിടെ? അത് വിഷ്ണു ഏട്ടാ. ശാലിനിക്ക് സത്യയുടെ മുന്നിൽ വെച്ച് ഒന്നും പറയാൻ കഴിയുന്നില്ല. ശാലിനിയുടെ നിരപരാധിത്യം വിഷ്ണുവിന് ഒട്ടും മനസ്സിലാകുന്നുമില്ല. വിഷ്ണു ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. എടി, ഞാൻ ഈ ലോകത്ത് കുറച്ചുപേരെ മാത്രമേ ശത്രുവായിട്ട് കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇപ്പോൾ ആ കുറച്ചു പേരിൽ ആദ്യത്തെ ആള് നീയാണ് എന്നും പറഞ്ഞു ഹൃദയം തകർന്ന് വിഷ്ണു അങ്ങ് പോവുകയാണ്. വിഷ്ണു ഏട്ടാ, വിഷ്ണു ഏട്ടാ എന്ന് ശാലിനി വിളിക്കുന്നുണ്ട്. എന്നാൽ ശാലിനിയുടെ ആ വിളി കേൾക്കാൻ വിഷ്ണു നിന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണേ.